എന്താണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക ഇത്രമാത്രം എതിർക്കുന്നത് എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? ഇതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു കാരണം റഷ്യയിൽ നിന്നും നമ്മൾ അല്ലെങ്കിൽ ചൈന ഏത് രാജ്യമാണെങ്കിലും എണ്ണ ഇമ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്നും കിട്ടുന്ന പൈസ റഷ്യ യുക്രൈനിലെ വാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോയിന്റിലാണ് ഇത് പറയുന്നത്. സാധ്യതയുണ്ട്, ഇല്ലാന്ന് പറയുന്നത് ശരിയല്ല. റഷ്യക്ക് കാശുണ്ടെങ്കിൽ യുദ്ധം നടത്താൻ പറ്റില്ല. പക്ഷേ അത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യക്ക് എണ്ണ ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാനുണ്ടെന്ന് വരികിൽ നമ്മൾ എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പറ്റുന്നു, ഇതെല്ലാം മീഡിയം ടേം ലോങ് ടേം കോൺട്രാക്ട്സാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സൈൻ ചെയ്യും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രം മാത്രമാണ്. അതായത് ഇന്ത്യയെ ഇതുപോലെയുള്ള ആക്ഷൻസ് കൊണ്ട് എങ്ങനെ സബ്ജുഗേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ അതിൽ നിന്നും പിന്മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ഈ തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സപ്ലൈസ് ഒരാളാണ് റഷ്യ. പിന്നെ പ്രൈസ് നമുക്ക് കുറഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നു. ഇതിൽ കവിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം. എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം എതിർപ്പ് അമേരിക്കയ്ക്ക് ഇതിനോട്? അമേരിക്കയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് എപ്പോഴും ശക്തി ഉപയോഗിച്ച് എല്ലാം നേടിയെടുക്കാം എന്നുള്ളതാണ്. അവരുടെ ആ ഒരു അറഗൻസ് വളരെയധികം വിസിബിളാണ് ഇതിനകത്ത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല റിലേഷൻസ് ആകുന്ന സാഹചര്യത്തിലും അല്ലാത്ത സാഹചര്യത്തിലും എല്ലായ്പ്പോഴും ഞങ്ങൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ള ഒരു അപ്രോച്ചാണ് അവരുടെ. അത് മാറാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യ എല്ലാ സമയത്തും ഇതിനു മുമ്പും ഇതുപോലുള്ള സാഹചര്യങ്ങൾ 2 പ്രാവശ്യങ്ങളും വന്നിട്ടുണ്ട് അടുത്ത കാലം. അപ്പോഴെല്ലാം ഇന്ത്യ എടുക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യം നോക്കി പറ്റുള്ളൂ. ആ താല്പര്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. ഇതാണ് നമുക്ക് സംഭവിച്ചത്. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് റഷ്യയുടെ മണ്ണിൽ പോയി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ അതിനെ നേരിടാൻ പോകുന്നത്? നേരിടുക എന്ന് പറയുന്നത് ഇതിനകത്ത് അമേരിക്കയുടെ ഈ പർട്ടിക്കുലർലി ഈ പ്രസിഡന്റ് ട്രംപ് വന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണലി പ്രഷർ നമ്മുടെ മേലിൽ ചെലുത്തുക. അത് ചെലുത്തുമ്പോൾ അതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇങ്ങനെ വളരെ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുക, അതിനെ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് ചെയ്യുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു 25% നമ്മുടെ ഇവിടുന്ന് പോകുന്ന സാധനങ്ങൾക്ക് ഡ്യൂട്ടി ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നത് 50%. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ ഇവിടുന്ന് പോകുന്ന സാധനം ഏതാണ്ട് 85 മില്യൺ ആണ് നമ്മുടെ ഇവിടുന്ന് മില്യനാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സാധനങ്ങളിൽ അമേരിക്കയിൽ എത്തുമ്പോൾ ഈ 25% ഡ്യൂട്ടി ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ വില 25% കൂടും എന്നുള്ളതിനകത്ത് പിന്നെ സംശയമൊന്നുമില്ല. നമ്മൾ കുറയ്ക്കാൻ പോകുന്നില്ല വിലയൊന്നും. വരുമ്പോൾ അടുത്ത 25% നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് യാതൊരു വ്യത്യാസവുമില്ല. ബിക്കോസ് നമ്മൾ അവിടെ 25% കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കോമ്പറ്റീറ്റീവ് അല്ല. പിന്നെ അത് 50,000, 100,000, 500,000 എല്ലാം വലിയ ഇഫക്റ്റേ ഉള്ളൂ. പിന്നെ അവർക്ക് ഒരു ലോകത്തിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ നിന്ന് 25-ൽ നിന്ന് 50 ആക്കി, 50-ൽ നിന്ന് 100 ആക്കി എന്നെല്ലാം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വാസ്തവം. പക്ഷേ 75 ബില്യൺ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ നമ്മൾ അവിടുത്തെ 45 ബില്യനോ 40 ബില്യനോ സാധനങ്ങളാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ചോദ്യം ഇതാണ്, ഈ 85 ബില്യൺ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അവിടെ കോമ്പറ്റിറ്റീവ് ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഒരു ചോദ്യം വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമ്മളൊരു ഗ്രോയിങ് എക്കോണമിയാണ്.
നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ ആ ഗ്രോയിങ് സ്റ്റേജിൽ നമ്മുടെ ഈ ഇൻക്രീസ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നമ്മുടെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഉപയോഗിക്കാൻ പറ്റണം ഒരു പരിധി. നമുക്ക് ഈ ഐറ്റംസ് വേറെ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അമേരിക്കയിലേക്ക് പറ്റിയില്ല, വേറെ രാജ്യങ്ങൾ സൗത്ത് രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ രണ്ട് അപ്രോച്ചിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ടും ഓവർനൈറ്റ് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്കൊരു സെറ്റ് ബാക്ക് വരും. ആ സെറ്റ് ബാക്കിനെ നമ്മൾ എങ്ങനെ മാറ്റിയെടുത്ത് പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷൻ ആക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.